ഒരു പാമ്പിനെ എടുത്തു കൊടുത്തിട്ട് പിടിച്ചു കാണിക്കുന്നവർക്കെല്ലാം ലൈസൻസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ പിന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ടോ? സാർ, പാമ്പ് എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ്. ഒരു സെക്കൻഡ്. അപ്പൊ നമുക്ക് 98% ആൾക്കാർക്കും പാമ്പിനെ പേടിയാണ്. അപ്പൊ അത് പിടിക്കാനെങ്കിലും അല്ലെങ്കിൽ അതിനെ ഞാനുണ്ട്. അതെ പറയല്ലോ. അപ്പൊ അതിനെ ഒന്ന് എടുത്ത് ഇട്ട് തരുമ്പോ പിടിക്കാനുള്ള ഒരു ധൈര്യമുള്ളവർക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ഇവരെ പുറകെ കൊടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? അതൊരു വന്യജീവിയാണ്. പിടിച്ച പാമ്പിന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും. സുരേഷിന് ഒരു ലൈസൻസ് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ലൈസൻസ് കൊടുക്കാൻ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയരുത്, അത് കള്ളമാണ്. ലൈസൻസ് കൊടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ജോലി വരെ ഓഫർ ചെയ്തിരുന്നു. അല്ല, അതൊക്കെ തട്ടിപ്പാണ്. അതിന് മറുപടി ഗണേശ് സാർ പറഞ്ഞത് അനുഭവത്തിന് ജോലി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് വാച്ചറായിട്ട് ജോലി കയറാനായിട്ട് പറഞ്ഞത്. ജനങ്ങൾക്ക് അത് അറിയില്ല. ഞാൻ ഇപ്പൊ തുറന്ന് പറയാണ്, താൽക്കാലിക വാച്ചറായിട്ട് കയറൂ. ഏതെങ്കിലും ചെക്ക് പോസ്റ്റ് പോയി കയറി വെക്കാനും താക്കാനും ഇരിക്കുക, അതേ പറ്റുള്ളൂ ജീവിതത്തിൽ. പിന്നെ റോഷിമേ പറഞ്ഞാൽ എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് അൻവർ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നിനുമല്ല, പല ക്ലാസ്സുകളിലും എന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച രാജഗോപാലെ പിടിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നോ? ഒരാളിങ്ങനെ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തലയിൽ പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ തലയിൽ പിടിക്കുന്നതാണ് കംപ്ലൈന്റ്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറ്റ വംശക്കാർക്ക് മാത്രമേ പാമ്പിനെ വനമെടുക്കാൻ പെർമിഷൻ ഉള്ളൂ. അറിയാലോ, ഇരുള സൊസൈറ്റിക്ക് മാത്രം. എങ്കിൽ അവർ പിടിക്കുന്ന പാമ്പുകളെല്ലാം ചത്തുകൊണ്ട്, അവർ പാമ്പിനെ പിടിച്ചുകൊണ്ട് തലയിൽ പിടിച്ചല്ലേ മിൽക്ക് ചെയ്യുന്നത്, പാമ്പ് വനമെടുത്തിട്ട് കാട്ടിലേക്ക് വിടുന്നത്. ആ പാമ്പെല്ലാം ചത്തുകൊണ്ട് ഇത് ഞാൻ തലയിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞാണ് ഫോട്ടോ കാണിക്കുന്നത് ഇവരെടുക്കുന്ന ക്ലാസ്സുകളിലെല്ലാം. ഒരു മിനിറ്റ്. അപ്പൊ ഇതാണ് ക്ലാസ് എടുക്കുക. ഇതിനാണ് ഞാൻ എതിർക്കുന്നത്. അല്ല, സർപ്പയ്ക്ക് ഞാൻ എതിരൊന്നും അല്ല. അത് നിങ്ങളെ തോന്നലാണ്. സർപ്പയ്ക്ക് ഞാൻ എതിരല്ല. എന്നെ മാത്രം നിങ്ങൾ രണ്ടുപേരും, മാർട്ടിനായാലും ശരി സുരേഷ് ആയാലും ശരി, വർഷങ്ങളായിട്ട് ഈ പാമ്പുകളുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയേണ്ട ഉത്തരവാദിത്തമുള്ള വ്യക്തികളാണ്. ആ നാട്ടിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പാമ്പിനെ കൈകാര്യം ചെയ്യാൻ നാട്ടിലെ നിയമം അനുസരിച്ച് നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിയമം? ഞാൻ നിയമം പാലിക്കുന്നുണ്ടോന്നുള്ളതല്ല, ഞാൻ ലൈസൻസ് ഞാൻ പാലിക്കുന്നു. നിങ്ങൾ മറുപടി പറഞ്ഞാലോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വാവാ സുരേഷിനോട് നിങ്ങൾക്ക് അസൂയൊന്നുമില്ലല്ലോ? ഒരു അസൂയയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.